ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇലക്ട്രിക് മോട്ടോർ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളുടെ മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും നമ്മളുടെ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. ഈ ഒരു ഫോഴ്സ് നമ്മൾ ഏത് റൂള് വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുള്ളത്? നമ്മളുടെ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ചിട്ടായിരുന്നു നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെയും എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മോട്ടോറിന്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ലൗഡ് സ്പീക്കർ നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ലൗഡ് സ്പീക്കർ എന്താ? നമുക്ക് സ്പീക്കർ തന്നെ അല്ലെ, സൗണ്ട് പുറപ്പെടുവിക്കുന്ന നല്ല സൗണ്ടിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വെക്കും? ഒരു സ്പീക്കർ വെക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇലക്ട്രിക് മോട്ടോറിന് കുറച്ച് പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലൗഡ് സ്പീക്കറിന് എന്തുണ്ട്? കുറച്ച് പാർട്സ് ഉണ്ട്. 3 ഇമ്പോർട്ടന്റ് പാർട്സ് ആണുള്ളത്. ശരിക്കും 5 പാർട്ടാണുള്ളത്, പക്ഷെങ്കിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നോക്കാം നമുക്ക് ഫീൽഡ് മാഗ്നറ്റ് അല്ലെ. ഫീൽഡ് മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതാണ് എന്തത്? നമ്മളുടെ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡ് മാഗ്നറ്റ് എവിടെയും പഠിച്ചിട്ടുണ്ട്, മോട്ടോറിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രിക് മോട്ടോറിലും ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട് അല്ലെ. നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിന്റെ ഇടയിലായിരുന്നു നമ്മളുടെ ആ കോയിൽ വെച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെയും എന്തുണ്ട്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലും ഒരു എന്തുണ്ട്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ കാണാനായിട്ട് പറ്റും വോയിസ് കോയിൽ. ഇവിടെ എന്തുണ്ട്? ഒരു വോയിസ് കോയിൽ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു വോയിസ് കോയിൽ ഉണ്ട്. പിന്നെ ഒരു പേപ്പർ ഡയഫ്രം ഉണ്ട്. ഒരു പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ട്? ഒരു ഡയഫ്രം ഉണ്ട്. അപ്പൊ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ 3 പാർട്സ് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പാർട്സ് ആണ് പേപ്പർ ഡയഫ്രം, വോയിസ് കോയിൽ ആൻഡ് ഫീൽഡ് മാഗ്നറ്റ്. ഈ 3 പാർട്സിന് പുറമെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ചിത്രം നോക്ക്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഈ 2ാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്താണ്? വോയിസ് കോയിൽ ഉണ്ട് അല്ലെ. ഇതാണ് നമ്മളുടെ വോയിസ് കോയിൽ. ഇതാണ് നമ്മളുടെ വോയിസ് കോയിൽ. ഈ എ എന്ന് പറയുന്നതാണ് നമ്മളുടെ വോയിസ് കോയിൽ. ബി എന്ന് പറയുന്നതാണ് പേപ്പർ ഡയഫ്രം. ഈ ബി ആണ് എന്ത്? നമ്മളുടെ പേപ്പർ കൊണ്ടുണ്ടാക്കിയുള്ള ഡയഫ്രം. അപ്പൊ ഈ ഒരു ചിത്രം നമ്മൾ ഇങ്ങനെ വി പോലെ അല്ലെ, ഏകദേശം ഒരു വി പോലെയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ സി എന്ന് പറയുന്നത് ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഇവിടെയും ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെയും ഒരു മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ഡി എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് വയർ. ഒരു കണക്റ്റിംഗ് വയർ എവിടത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നോക്ക്, ഡി എന്ന് പറയുന്ന കണക്റ്റിംഗ് വയർ എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ? ഇ എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ ഷീൽഡിങ്. ഈ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു അയേണിന്റെ, സോഫ്റ്റ് അയേണിന്റെ ഒരു പുറമെ ഒരു കോട്ടിങ് പോലെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൂവിംഗ് കോയിൽ എന്താണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു മൈക്ക്, ഓക്കെ, ഇത് നമ്മളുടെ ഒരു മൈക്കാണെന്ന് വിചാരിക്കുക. ഈ മൈക്കിലൂടെ നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ ഈ മൈക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അപ്ലയൻസുമായിട്ട് എന്തോ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെറിയൊരു സൗണ്ടാണ് ഈ മൈക്കിലേക്ക് കൊടുക്കുന്നത്. ചെറിയൊരു സൗണ്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്യും? ഇത് ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചെറുതായിട്ട് കൊടുക്കുന്ന സൗണ്ടിനെ വലുതാക്കി കൊണ്ടുവരും, അതായത് ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ ഈ നമ്മുടെ ഈ സൗണ്ട് എന്തിലേക്കാണ് പോവുക? ഈ ഒരു ആംപ്ലിഫയറിലേക്കാണ് പോവുക. ഈ ആംപ്ലിഫയറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന നോയ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അത് പോക്കിയിട്ട് നമ്മളുടെ സൗണ്ടിനെ എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗണ്ട് ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് നേരെ നമ്മളുടെ ഈ ഒരു എന്തുണ്ട്? ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. നമ്മളുടെ ഈ ഒരു ഡി എന്ന് പറയുന്ന കണക്റ്റിംഗ് വയറിലേക്കാണ് കണക്ട് ചെയ്യുക. സ്പീക്കർ അല്ലെ, നമ്മളുടെ സ്പീക്കർ ഉണ്ട്, സ്പീക്കർ ഇതുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നോക്ക്, ഈ സ്പീക്കർ ഡി എന്ന് പറയുന്നത് ആരുമായിട്ടാണ് കണക്ട് ചെയ്തത്? എയുമായിട്ടാണ് കണക്ട് ചെയ്തത്. ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വോയിസ് കോയിലാണ് അല്ലെ. നമ്മളുടെ എന്താണ്? വോയിസ് കോയിലാണ്. ഇനി നിങ്ങൾ നോക്ക്, അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് നല്ലൊരു സൗണ്ട് കിട്ടുന്നത്?
നമ്മൾ തൊട്ട് മുന്നേ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു കണ്ടക്ടർ അല്ലെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഡി എന്ന് പറയുന്ന അല്ലെ, എന്താണ്, ഒരു കണക്റ്റിംഗ് വയർ യൂസ് ചെയ്തിട്ട് എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അല്ലേ നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ? ഒരു കറണ്ട് ആണ് ഇവിടെ എ എന്ന് പറയുന്ന എന്തുമായിട്ട് കണക്ട് ചെയ്തത്? വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്ത്. ഈ എ എവിടെയാണുള്ളത് നോക്ക്. ഈ എ ഉള്ളത് നമ്മളുടെ ഈ സി രണ്ടിന്റെയും ഇടയിലാണുള്ളത് അല്ലെ? ഇതെന്താണ്? നമ്മളുടെ മാഗ്നറ്റ് ആണ് അല്ലെ? അപ്പൊ ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ലെ, കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു വോയിസ് കോയിൽ ഏതിന്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത്? നമ്മൾ മാഗ്നറ്റിന്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ മാഗ്നറ്റിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടറിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും? വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ വോയിസ് കോയിൽ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഡയഫ്രം, ബി എന്ന് പറയുന്ന ഡയഫ്രം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? ബിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വോയിസ് കോയില് നമ്മളുടെ ഡയഫ്രം ആയിട്ടാണ് അറ്റാച്ച് ചെയ്തത്. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും അല്ലെ? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അത് എന്ത് പുറപ്പെടുവിക്കും? നല്ലൊരു സൗണ്ടിൽ അല്ലെ, നല്ലൊരു സൗണ്ട് പുറപ്പെടുവിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്, നമ്മൾ ആദ്യം ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലേ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ എന്ത് എനർജിയാ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഇവിടെ കൊടുത്തപ്പോൾ എന്ത് എനർജി ആയിട്ടാണ് നമുക്ക് പുറത്തേക്ക് വന്നത്? നമുക്ക് പുറത്തേക്ക് വന്നത് എന്താണ്? സൗണ്ട് എനർജി ആയിട്ടാണ് പുറത്തേക്ക് വന്നത്. എന്ത് എനർജി ആയിട്ടാണ് വന്നത്? സൗണ്ട് എനർജി ആയിട്ടാണ് നമുക്ക് പുറത്തേക്ക് വന്നത്. ഒരു ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുത്തപ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദി മെയിൻ പാർട്സ് ഓഫ് ദിസ് ഡിവൈസ്? ഈ ഒരു പാർട്ടിന്റെ, ഏത് ഡിവൈസിന്റെ? മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? പേപ്പർ ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട് അല്ലെ? ഇതാണ് 3 മെയിൻ പാർട്ട്. ഇതിന് പുറമെ വേറെ 2 എക്സ്ട്രയും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണ്? കണക്റ്റിംഗ് വയേഴ്സും സോഫ്റ്റ് അയൺ ഷീൽഡിങ്ങും ആണ്. വേർ ഈസ് ദ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ്? ഈ വോയിസ് കോയിൽ, എ എന്ന് പറയുന്ന വോയിസ് കോയിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നോക്ക്, ഈ എ എന്ന് പറയുന്ന വോയിസ് കോയിൽ എവിടെയാണുള്ളത്? ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വോയിസ് കോയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രം വേർ ഡു ദി ഓഡിയോ സിഗ്നൽസ് ഇലക്ട്രിക്കൽ സിഗ്നൽ റീച്ച് ദ വോയിസ് കോയിൽ? എവിടെ നിന്നാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽ വോയിസ് കോയിലേക്ക് എത്തുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മൈക്ക് ഉണ്ട് അല്ലെ? മൈക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിലുള്ള വയറാണ് നമ്മളുടെ ഡിയുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വോയിസ് കോയിലേക്ക് ഏത് വഴിയാണ് എത്തുന്നത്? നമ്മുടെ ആംപ്ലിഫയർ അല്ലെ? ആംപ്ലിഫയറിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വോയിസ് കോയിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ഒരു മിനിറ്റ്. To which part is the diaphragm connected? ഡയഫ്രം ഏത് പാർട്ടിലേക്കാണ് കണക്ട് ചെയ്തത്? ഡയഫ്രം ഏതാണ്? ഇതാണ് അല്ലെ? ഡയഫ്രം കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് പാർട്ടിലേക്കാണ്? നമ്മുടെ വോയിസ് കോയിലേക്കാണ്. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയഫ്രം ഉണ്ട്, ഡയഫ്രം കണക്ട് ചെയ്തത് വോയിസ് കോയിലേക്കാണ്. വോയിസ് കോയിൽ ഏതിന്റെ ഇടയിലാണ് ഉള്ളത്? നമ്മളുടെ ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിലായിട്ടാണ് ഉള്ളത്. പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട് അല്ലെ? കണക്റ്റിംഗ് വയേഴ്സ് ആരുമായിട്ടാണ് കണക്ട് ചെയ്തത്? നമ്മളുടെ വോയിസ് കോയിലുമായിട്ടാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ ഓഡിയോ സിഗ്നൽ പാസ് ത്രൂ ദി വോയിസ് കോയിൽ? ഈ ഒരു വോയിസ് കോയിലേക്ക് ഓഡിയോ സിഗ്നൽ വന്നപ്പോൾ ഈ വോയിസ് കോയിൽ എന്ത് സംഭവിച്ചു? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്തു. വോയിസ് കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദി ഡയഫ്രം? ഡയഫ്രത്തിന് എന്താ പറ്റിയ? ഡയഫ്രം ഓൾസോ വൈബ്രേറ്റ്സ് അല്ലെ? ഡയഫ്രം എന്ത് ചെയ്തിട്ടുണ്ട്? വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡിവൈസ്? എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി അല്ലെ?
ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് എനർജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്? സൗണ്ട് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? സൗണ്ട് എനർജി, ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിലെ എനർജി ആൻഡ് കൺവേർഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് എനർജി. ഓക്കെ. The electric signals, audio signals received from a microphone are amplified using an amplifier. ഇതാണ് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിക് സിഗ്നൽ മൈക്രോഫോണോ മൈക്കോ അതേപോലെയുള്ള സാധനത്തിൽ നിന്ന് കിട്ടുന്ന ഓഡിയോ സിഗ്നൽസ് എന്താണ്? ആംപ്ലിഫയറിൽ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യും. These audio signals are then passed through a voice coil. ഈ ഓഡിയോ സിഗ്നൽസ് എവിടത്തേക്കാ പാസ് ചെയ്യുന്നത്? വോയിസ് കോയിലേക്കാണ് പാസ് ചെയ്യുന്നത്. Which is placed in a magnetic field. ഈ വോയിസ് കോയിൽ എവിടെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുള്ളത്? രണ്ട് മാഗ്നറ്റിന്റെ ഇടയിലായിട്ട് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളുടെ വോയിസ് കോയിൽ വെച്ചിട്ടുള്ളത്. The coil experiences a force and vibrates because the coil carrying the electric current is placed in a magnetic field അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ കോയിലില് ഒരു കറണ്ട് കിട്ടുന്നുണ്ട് അല്ലേ? ആ കറണ്ട് കിട്ടുന്ന ആ ഒരു കോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിലിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എന്താണിത്? മോട്ടോർ പ്രിൻസിപ്പിളും ആണ് അല്ലെ? മോട്ടോർ പ്രിൻസിപ്പിളും ആണ്. ദിസ് വൈബ്രേഷൻ കോസസ് ദി ഡയഫ്രം ടു വൈബ്രേറ്റ്, ദസ് റീപ്രൊഡ്യൂസിങ് ദി സൗണ്ട് അല്ലെ? ഈ ഒരു കോയിലിന്റെ അല്ലെ, വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ശബ്ദം നല്ല സൗണ്ടിൽ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരു ചിത്രം നോക്കാം. In figure 4.29, AB is a conducting rod that is free to move. ഈ ഒരു ചിത്രം നോക്കി. ഇവിടെ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലെ? AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. ഇതിനെന്താണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മേലോട്ടേക്കോ താഴോട്ടേക്കോ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. When the bell switch is turned on, in which direction will the metal rod AB move? When the bell switch is turned on, in which direction will the metal rod AB move? What should be done to keep the direction of motion of the rod unchanged while changing the direction of the current? What should be done to keep the direction of motion of the rod unchanged while changing the direction of the current? ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഈ ഒരു ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക, ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബാറ്ററിന്റെ എവിടെയാണ് പോസിറ്റീവ് ഉള്ളത്, എവിടെയാണ് നെഗറ്റീവ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയാണ് പോസിറ്റീവ് ഉള്ളത് അല്ലെ? അപ്പൊ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക? കറണ്ട് ഏകദേശം ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞല്ലേ? ഇങ്ങനെ പോയി അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടി. ഇനി എന്ത് വേണം? ഈ എ ബി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? മേലോട്ടേക്കാണോ താഴോട്ടേക്കാണോ സൈഡിലോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ? അങ്ങനെയുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതെന്താണ്? നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന എന്താണ്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? ആ ഫോഴ്സ് കാരണം ഈ എ ബി എന്ന് പറയുന്നത് മൂവ് ചെയ്യും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മളുടെ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അപ്പൊ നോക്ക്, കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട് അല്ലെ? കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെ? കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഇത്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോവാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും അല്ലെ? കറണ്ട് എങ്ങനെയാ ഉള്ളത്? കറണ്ട് ഇങ്ങനെയുമാണ് ഉള്ളത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ച് കറണ്ടിന്റെ ഡയറക്ഷനും വെച്ച്. അപ്പൊ ഇനി ആരാ ഉള്ളത്? ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെ? ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? മേലോട്ടേക്ക് അല്ലെ? ഈ തമ്പിന്റെ ഫിംഗർ എങ്ങോട്ടേക്കാണ് ഉള്ളത്? മേലോട്ടേക്കാണ് ഉള്ളത്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? മുകളിലോട്ടേക്ക് അല്ലെ? ഈ മാഗ്നറ്റിന്റെ മുകളിലോട്ടേക്ക്, മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ സെയിം സെറ്റപ്പ് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്.
What should be done to keep the direction of motion of the rod unchanged while changing the direction of the current? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ എ ബി എന്ന് പറയുന്നത് മേലോട്ടേക്ക് തന്നെ പോകണം, പക്ഷെങ്കിൽ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, മാറ്റണം. കറണ്ടിന്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്കും ഈ റോഡ് മേലോട്ടേക്ക് തന്നെ പോകണം. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം, ഇവിടെ പോസിറ്റീവ് വരണം അല്ലെ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായി വരുള്ളൂ അല്ലെ. അപ്പോൾ കറണ്ട് ഇപ്പൊ എങ്ങനെയുള്ളത്, ബിയിൽ നിന്ന് എയിലേക്കാണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇത് കറണ്ട് അല്ലെ, ഇത് കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മളുടെ റോഡ് എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുക, റോഡ് മൂവ് ചെയ്യുക എങ്ങോട്ടേക്കാ, താഴോട്ടേക്കാണ് മൂവ് ചെയ്യുക. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ട. എന്താണ്, റോഡ് മൂവ് ചെയ്യേണ്ടത് മേലോട്ടേക്ക് തന്നെയാണ്. റോഡ് മൂവ് ചെയ്യേണ്ടത് മേലോട്ടേക്ക് തന്നെ മൂവ് ചെയ്യണം, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റുക, ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വെക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ വെച്ച് നോക്ക്, കറണ്ട് അങ്ങോട്ടേക്ക് അല്ലെ, കറണ്ട് അങ്ങോട്ടേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, പിന്നെ നമ്മളുടെ ഫോഴ്സ് മേലോട്ടേക്ക് അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ മാഗ്നറ്റിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന റോഡ് എങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും, മുകളിലോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? എങ്ങനെയാണ് എനർജി കൺവേർഷൻ വരുന്നത്? ഇലക്ട്രിക്കൽ എനർജി അല്ലെ, ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി ആയിട്ടാണ് മാറുന്നത്. നെയിം ടു ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് എ മോട്ടോർ. ഏതൊക്കെയാണ്? യെസ്, ഇലക്ട്രിക് മോട്ടോർ ഉണ്ട് അല്ലെ, ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്. പിന്നെ എന്താണ് നമ്മൾ ഇപ്പൊ പഠിച്ച മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, ലൗഡ് സ്പീക്കർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്ക് ലെഡ്സ് അസസ് നോക്കാനായിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.